റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരു അടിപൊളി അയില തീയലിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ തീയലിന്റെ ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങളൊന്ന് വറുത്തരച്ചു കൊണ്ടുവരാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ പീര, 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, 2 കഷ്ണം ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, ഒരു 3 അതള് വെളുത്തുള്ളി അരിഞ്ഞത്, ഇനി കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് വറുത്തരച്ച് കൊണ്ടുവരാം. സ്റ്റൗ ഓൺ ചെയ്ത് 2 മിനിറ്റ് സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വയ്ക്കുന്നത് തേങ്ങയിലെ വെള്ളം പറ്റുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വെള്ളം പറ്റിയിട്ട് നമ്മൾ തേങ്ങ ഇളക്കുമ്പോൾ തേങ്ങ അടിക്ക് പിടിക്കാതിരിക്കും. ഇനി നമുക്കൊന്ന് ഇളക്കാൻ ആരംഭിക്കാം. നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേങ്ങയിലെ വെള്ളം പറ്റിയിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഒന്ന് വാടി കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇനി കറി വെക്കുമ്പം അത് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഏകദേശം മൂപ്പായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മൾ അയില തീയൽ വെക്കാൻ ആരംഭിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം ഉലുവായും കടുകും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 കഷ്ണം ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, പിന്നെ വേണ്ട ഒരു 4 മീഡിയം സൈസ് അയിലയാണ് ഞാൻ തീയൽ വെക്കാൻ പോകുന്നത്. അതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടുമ്പം ചേരുവകളൊക്കെ ചേർത്ത് തീയലൊന്ന് റെഡിയാക്കി എടുക്കാം. കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും കുരുമുളകും എല്ലാം നമ്മൾ ചേർത്തതാണ്, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്താണ് അത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുടംപുളിയുടെ ജ്യൂസ്, കുടംപുളി ഒരല്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ആ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. തീ കുറച്ച് വെച്ചുകൊണ്ട് വഴറ്റാം. തക്കാളി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറുതായിട്ട് കീറി വെച്ചിരിക്കുന്ന 2 കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഇളക്കിയാൽ മതി. ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അയില കഷ്ണം കൂടെ പറക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കാം. കൂടുതൽ വലുതായിട്ട് ഇളക്കി ഉടയ്ക്കരുത്, ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ അല്പം ചൂടുവെള്ളം കൂടാണ് ചേർക്കുന്നത്. ഒരുപാട് ചാറ് വേണ്ട, തീയലായതുകൊണ്ട് പറ്റയിരിക്കണം, വേകുമ്പോൾ ചൂടൊന്ന് പറ്റയിരിക്കണം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അനക്കി ഒന്ന് അടച്ച് വെക്കാം. തിളയ്ക്കുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് സിമ്മിലേക്ക് മാറ്റി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടപ്പൊന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ സിമ്മിലോട്ട് മാറ്റി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അയിലത്തിയൽ ഇവിടെ റെഡിയായി. ഇനി അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇതിൻ്റെ ഉപ്പും ടേസ്റ്റും മസാലയൊക്കെ എന്ന് പറയണേ. ഉപ്പുണ്ട്, പുളിയുണ്ട്, മസാലയുണ്ട്, എല്ലാം ഉണ്ട്. കൊള്ളാം, നല്ല കറിയാണ്. ഇപ്പോൾ ഉപ്പും പുളി മസാലയെല്ലാം കറക്റ്റായിട്ടുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക്